സുഹൃത്തുക്കൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു കുടിജാത്രി യാത്രയാണ്. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. ഈ ഇങ്ങനത്തെ റോട്ടിൽ കൂടി യാത്ര ആയതുകൊണ്ട് ഓരോ യാത്ര കഴിയുമ്പോൾ ഇനിയും പോകില്ല എന്ന് വിചാരിക്കും, പക്ഷെ പിന്നെയും പോകാൻ തോന്നും. അപ്പോൾ പണ്ടത്തെ യാത്ര വെച്ച് നോക്കുമ്പോൾ റോഡെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ 11 കിലോമീറ്ററാണ് ഈ കയറ്റമുള്ള ജീപ്പിൽ. ബാക്കി ഉള്ള 23 കിലോമീറ്റർ വലിയ തെറ്റില്ലാത്ത റോട്ടിൽ കൂടി യാത്രയാണ്. നമ്മൾ 6 മണിക്കാണ് മൂകാംബികയുടെ ലളിതാംബിക ടൂറിസ്റ്റ് ഹോമിൽ നിന്നാണ് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത്. പഴയ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് ഒരു മാറ്റി ജീപ്പ് സ്റ്റാൻഡ്. 400 രൂപ ഒരാൾക്ക്, 8 പേര് ജീപ്പിൽ കയറുകയാണെങ്കിൽ 70 രൂപ ഫോറസ്റ്റിന്. പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടാൽ അവർ പിടിച്ചു വെക്കും. അപ്പോൾ 1.5 മണിക്കൂർ കൊല്ലൂർ മൂകാംബി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുടിജാത്രി താഴ്വാരത്തിലോട്ട്. അവിടെ നിന്ന് നമ്മൾക്ക് 1.5 മണിക്കൂർ വേറെ തരും. അരമണിക്കൂർ കയറാൻ, അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ, അരമണിക്കൂർ തിരിച്ചിറങ്ങാൻ, 1.5 മണിക്കൂർ തിരിച്ച് യാത്ര. 6 മണിക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു 10:30 മണി അവിടെ തിരിച്ചെത്തും. അപ്പോൾ ആദ്യത്തെ ഒരു കയറ്റം ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്തിരി ഇങ്ങനത്തെ കുറച്ച് ചെറിയ വഴികളുണ്ട്. വീതി കുറവാണ്. വീതി കുറവാന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ താഴേക്ക് വീഴും. മരണം ഒന്നും സംഭവിക്കില്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ കേടുപാടുകൾ സംഭവിക്കും. അപ്പോൾ ഇത് ഇവിടെ കഴിയുന്നത് മഴക്കാലത്ത് യാത്ര ഒഴിവാക്കുക. കാരണം നല്ല മഴയാണെങ്കിൽ അവർ കയറ്റി വിടുകയില്ല, ചെളിയായിരിക്കും, അട്ടകളുടെ ശല്യം ഉണ്ടാവും, കയറാനും ബുദ്ധിമുട്ടാണ്. ഒരു സെപ്റ്റംബർ തൊട്ട് ഫെബ്രുവരി വരെ ആണെങ്കിൽ വലിയ ചൂടില്ലാത്തതിൽ പോകാം. പണ്ടിവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു. കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉന്തുവണ്ടികളിൽ കുക്കുംബറും സോഡയൊക്കെ വിറ്റിരുന്നു. കാരണം ഇവിടെ നിന്നായിരുന്നു ഗണപതി അമ്പലത്തിലോട്ട് പോണത്. അതിപ്പോൾ അവർ ക്ലോസ് ചെയ്തു, ആരൊക്കെയൊക്കെയോ വഴിതെറ്റി പോയതുകൊണ്ട്. സർവജ്ഞപീഠത്തിൻ്റെ പുറയിലുണ്ടായ ചിത്രമൂലയുടെ യാത്രയും 20 വർഷം മുമ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഗണപതി അമ്പലത്തിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും പിന്നെ സൈഡിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. 1-2 പേരൊക്കെ ആയിട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പണ്ട് പൂജാരി പോയിരുന്നു, എപ്പോഴും പൂജ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് പോയ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും. ഈ ദൂരെ കാണുന്ന ആ ചെറിയൊരു കൂടാരം പോലെ കാണുന്നതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം, സർവജ്ഞപീഠം. ഇവിടെയായിരുന്നു തപസ് ചെയ്തു ശങ്കരാചാര്യൻ പറയപ്പെടുന്നു. അതേപോലെ ഈ കാണുന്ന ഇരുമ്പുവേലികൾക്ക് ഉള്ളിലൂടെ താഴേക്ക് പോകുമ്പോഴാണ് ചിത്രമൂലം. അത് ക്ലോസ് ചെയ്തായിരുന്നു നേരത്തെ പറഞ്ഞു. ഇതൊരു ഹെവി ലൈറ്റ്നിങ് ഉള്ള ഏരിയയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ആരോ ഒളിച്ച താമസിച്ചെന്നും ഇലക്ട്രിക്കൽ ഷോക്ക് അടിച്ച് മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ 6 മണിയാകുമ്പോൾ അവരിപ്പോൾ ചെക്കിങ് ഉണ്ട്, നമ്മൾ തിരിച്ച് യാത്ര അയക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരിക്കലെങ്കിലും കുടിജാത്രയിൽ പോകണം. ഒരു വൈബ്, ഒരു പ്രത്യേക വൈബാണ്. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കയറിയ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്നു പോകും. നിങ്ങളും പോവുക. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.